എത്രമാത്രമാണ് ആ ഷാഫി പറമ്പിൽ അപമാനിക്കപ്പെട്ടത്? ഷാഫി പറമ്പിൽ ഇതാണ് പണി, അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്നാ പറഞ്ഞത്. ഷാഫി പറമ്പിൽ ഇപ്പൊ പറയാ വീഡിയോ ഇല്ല, പോസ്റ്ററാണ്. ഏത് പോസ്റ്റർ? എവിടെ വീഡിയോ എന്ന് ചോദിച്ചപ്പോ ഒരു മാധ്യമപ്രവർത്തകരാരും കണ്ടിട്ടില്ല വീഡിയോ, ഞങ്ങളാരും കണ്ടിട്ടില്ല വീഡിയോ. പോലീസിനോട് ഞങ്ങൾ അന്വേഷിച്ചു, പോലീസിന്റെ കയ്യിലില്ല. ഇവര് പോലീസിന് കൊടുത്ത പരാതിയിൽ അതിന്റെ കോപ്പിയില്ല. അപ്പൊ പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? ഇലക്ഷന്റെ അവസാനത്തെ ആഴ്ച എനിക്കെതിരായി അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വൈകാരികമായ തരംഗം ഉണ്ടാക്കാൻ ചെയ്ത നുണബോംബാണ്. ഞാൻ അന്ന് പറഞ്ഞല്ല ഇത് നുണബോംബാണെന്ന്. ഇപ്പൊ നുണബോംബ് പൊട്ടിയല്ലേ, മറ്റേ പാനൂരിലെ ബോംബും പൊട്ടി, ഈ നുണബോംബും പൊട്ടി, രണ്ടും കൂടി ഒരുമിച്ച് പൊട്ടി. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല, പുതിയ മുദ്രാവാക്യമാണ്. എന്താണ് ഇടതിന് ഇന്ത്യയിൽ കാര്യം? ഇന്ത്യ എന്നുള്ള ആശയത്തോട് എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോജിച്ചിട്ടുള്ളത്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കരിദിനമായി ആചരിച്ചു. ഒരു ഗവൺമെന്റ് ആരംഭിച്ച് ഇന്ത്യ ഒന്ന് പച്ചപിടിച്ച് അതിന്റെ ഏറ്റവും ബാല്യനാളുകളിൽ ഇവർ കൽക്കട്ട തീസിസ് കൊണ്ടുവന്ന് രാജ്യത്ത് അട്ടിമറി ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. ഈ സംഘപരിവാർ ശക്തികളെക്കാൾ കൂടുതൽ, ഹിന്ദു മഹാസഭയേക്കാൾ കൂടുതൽ ഗാന്ധിജിയെയും നെഹ്റുവിനെയും രൂക്ഷമായി വിമർശിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ഇവർ ഈ 2021 ആദ്യമായി ദേശീയ പതാക പാർട്ടി ഓഫീസിൽ ഉയർത്താൻ തീരുമാനിച്ചത്. ഈ 2021 അതായത് 73 വർഷം കഴിഞ്ഞിട്ട്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട്. ഇന്ത്യ എന്നുള്ള ആശയത്തെ ഏത് കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM അല്ലെങ്കിൽ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനോട് യോജിച്ച് നിന്നിട്ടുള്ളത്? അവരും ഈ ഹിന്ദു മഹാസഭയും ഈ ഹിന്ദുത്വ ശക്തികളും എല്ലാം അന്ന് കോൺഗ്രസിനെതിരായിരുന്നു. അവരെല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞല്ലോ, RSSന്റെ വോട്ട് വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടില്ല, ചില സമയത്ത് അത് വാങ്ങിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ RSSന്റെ വോട്ട് തേടി ജയിച്ച് ജനപ്രതിനിധിയായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. എന്നിട്ടിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് തന്നെ സംസാരിച്ചത്. അപ്പൊ ഇടതില്ലെങ്കിൽ ഇന്ത്യ എന്ത് സ്ഥാനമാണ് ഇടതിനുള്ളത്? കോൺഗ്രസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത്? ഞങ്ങൾക്ക് ഒറ്റ മറുപടിയില്ല. ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താ? ഒറ്റ മറുപടിയാണ് ഞങ്ങൾക്കുള്ള. കോൺഗ്രസ് ഇല്ലെങ്കിൽ ദേശീയ തലത്തിൽ എന്ത് പ്ലാറ്റ്ഫോം? അതാണ് ഞങ്ങളുടെ ചോദ്യം. പിന്നെ ഇവരാണ് ഇപ്പോ മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തിയത് ആരാ? പറയുന്നത് ആരും മറക്കണ്ട. 1987 യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട് മുമ്പോട്ട് വന്നത് ആരാ? എന്തെല്ലാം കേസുണ്ട്? ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ ആ സമരത്തിലെ കേസുകൾ പിൻവലിക്കുന്നുണ്ട്. എത്ര കേസ് പിൻവലിച്ചു? തമിഴ്നാട് ഗവൺമെന്റ് ക്യാബിനറ്റ് യോഗം തീരുമാനിച്ച് മുഴുവൻ കേസുകളും പിൻവലിച്ചു. ഇവിടെ ഇപ്പോൾ ആളുകൾ കോടതി കയറി ഇറങ്ങി നടക്കുക. പൗരത്വ നിയമത്തോട് സ്നേഹമാണ് എന്തുപറ്റി കേസ് പിൻവലിക്കാറുന്നത്? BJPയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടോ? UPA ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ ഈ അഹമ്മദ് സാഹിബ് അവിടെ കേന്ദ്രമന്ത്രിയായി ഇല്ലേ? കേന്ദ്രമന്ത്രിയായി. അപ്പൊ എന്താ അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത്? മതേതര ഭാരതത്തിന്റെ ചങ്കിനേറ്റ കുത്തെന്നാണ് പറഞ്ഞത്. ഇവിടെ വേങ്ങര ഇലക്ഷനിൽ ജയിച്ച ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു. അപ്പൊ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? മലപ്പുറത്തിന്റെ ഒരു വർഗീയ മനസ്സെന്ന് അല്ലെ? എല്ലാ വിഭാഗം ആളുകളുടെ വോട്ട് കിട്ടി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിച്ചു വന്നത്. അന്ന് ഈ പിണറായി വിജയൻ മന്ത്രിസഭാ അംഗം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് തിരുത്തിയ മലപ്പുറത്തിന് വർഗീയ മനസ്സാണോ എന്നാണോ CPMന്റെ അഭിപ്രായം? ഒരു മന്ത്രി പറഞ്ഞതാണ് പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ. അപ്പൊ ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കരുത്, ദയവ് ഇത് പറയിപ്പിക്കരുത്. നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളല്ലേ വഖഫ് നിയമനം മുഴുവൻ PSCക്ക് വിട്ടുകൊണ്ടുള്ള തീരുമാനം കൊണ്ടുവന്ന്. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞത്? ഞങ്ങളല്ലേ എതിർത്തത്? പൗരത്വ നിയമത്തിനെതിരായി കേസ് കൊടുത്തിരിക്കുന്നത് ആരാ? മുസ്ലിം ലീഗല്ലേ കൊടുത്തിരിക്കുന്നത്. എന്താ ഇവർക്ക് എന്താ ഇതിന്റെ അകത്ത് കാര്യം? അപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞപ്പോൾ BJP ഉണ്ടാക്കുന്നത് പോലെ തന്നെയുള്ള ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ്. ഇപ്പൊ വടകരയിൽ എന്താ ചെയ്തത്? വടകരയിൽ ബോംബ് പൊട്ടി CPMകാരുടെ കൈ പോയി. അവിടുത്തെ CPI സ്ഥാനാർത്ഥി വന്നൊരു നുണബോംബ് പൊട്ടിച്ചു, അത് ചീറ്റിപ്പോയി. അപ്പൊ അവര് പറയാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. ഞങ്ങളുടെ കയ്യില് അവര് പോലീസിന് കൊടുത്ത പരാതിയുണ്ട്. അവര് പോലീസിന് കൊടുത്ത പരാതിയിൽ അവർക്കെതിരായി വീഡിയോ ക്ലിപ്പിംഗ് നടത്തി പ്രചരണം നടത്തുന്നു എന്ന്
അവർ കൊടുത്ത 10 പോയിന്റുകളിൽ 8ഉം 9ഉം പോയിന്റ് അതാണ്. അവര് കോടതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഞാനാണ് ചോദിച്ചത്, ഈ വീഡിയോ ആര് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസ്സുകാരോ UDF-കാരാണെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കാം എന്ന് ഉറപ്പ് പറഞ്ഞു. പക്ഷെ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാൻ ഞാൻ 2-3 ദിവസമായി പറയണം. പിന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വീഡിയോ എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്, അവര് പരാതിയും കൊടുത്തിട്ടുണ്ട്. MV ഗോവിന്ദൻ കൊടുത്ത ഇന്റർവ്യൂ ഞാൻ കാണിച്ചു തരാം. വ്യാപകമായി ഈ വടകരയിലെ LDF സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഞങ്ങൾ വീഡിയോ പ്രചരിപ്പിക്കുകയാണ്, ഷാഫി പറമ്പിലാണ് ആ വീഡിയോ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരിട്ട സൈബർ ആക്രമണം എന്താ? എനിക്കെതിരെ 20 വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ അച്ഛനെ കുറിച്ച് വരെ എഴുതി. ഇതിനുശേഷം സൈബർ ആക്രമണം. ഷാഫി പറമ്പിലിന്റെ ഉമ്മയെ വരെ ഇതിനകത്തേക്ക് വലിച്ചഴിച്ചു. ഞങ്ങളാണ് സൈബർ ആക്രമണം നേരിട്ടത്. എന്നിട്ട് ഇവര് വന്നിട്ട് ഇപ്പൊ പറയുക ഞാൻ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനത് ഗദ്ഗത കണ്ടയായതല്ല, ഞാനത് വികാരപരിതയായതല്ല, പൊടി കയറിയിട്ട് അസുഖം വന്നിട്ടാണ് കരഞ്ഞ പോലെ തോന്നിച്ചതെന്ന്. എന്തൊരു അഭിനയമാണിത്, എന്തൊരു അഭിനയമാണ്. എത്ര പേരാണ് ഇതിന്റെ പേരിൽ ചീത്ത കേട്ടത്. ഞാൻ പിണറായി വിജയനോട് പറയുന്നു, നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് നുണയാണ് എന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുന്നു. വീഡിയോ പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങളെടുത്ത മുഴുവൻ കേസുകൾ പിൻവലിക്കാം, മുഴുവൻ കേസുകൾ പിൻവലിക്കാം. പാവപ്പെട്ടവർക്കെതിരെ, നിരപരാധികൾക്കെതിരെ കേസെടുത്തിരിക്കുക. ഞാനൊരു 9 പരാതി കൊടുത്തു എനിക്കെതിരെ, ഒറ്റത്തിനും കേസെടുത്തില്ല. ഇലക്ട്രൽ ബോണ്ടിൽ കാശ് വാങ്ങി നരേന്ദ്രമോദി എന്ന് പോസ്റ്റ് ഇട്ട പാലോടിലൊരു യൂത്ത് കോൺഗ്രസ്സുകാരനെതിരായി കേസെടുത്തു. എന്താ കേസെന്നറിയാം? FIR. നരേന്ദ്രമോദിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തിയെന്ന്. അതിന് കേസെടുത്ത ഈ പിണറായി വിജയനാണ് നമ്മളോട് മതേതരത്വത്തെ കുറിച്ച് പറയുന്നത്, മോഡി വിരുദ്ധത പറയുന്നത്. മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തിയെന്ന്, സെക്യൂരിറ്റി ഇലക്ട്രൽ ബോണ്ടിൽ പൈസ വാങ്ങിയെന്ന് പോസ്റ്റ് ഇട്ടേ മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞ് ഷെമാ മുഹമ്മദിനെതിരായി കേസെടുത്ത് വർഗീയതയ്ക്കെതിരായി സംസാരിച്ചതിന്. അപ്പൊ മോഡിക്കെതിരായി കേരളത്തിൽ സംസാരിച്ചാൽ പിണറായിയുടെ പോലീസ് കേസെടുക്കും. നമുക്കെതിരെ എന്ത് സൈബർ ആക്രമണവും നടക്കാം, കുടുംബാംഗങ്ങളെ വരെ വലിച്ചഴിക്കാം. എന്നിട്ടാണ് ഇവരിപ്പോ ഇത് പറയുന്നത്. ഇതിപ്പോ 7 നിലയിൽ ചീറ്റിപ്പോയില്ലേ ഈ പറഞ്ഞ കാര്യം? എത്രമാത്രമാണ് ആ ഷാഫി പറമ്പിൽ അപമാനിക്കപ്പെട്ടത്. ഷാഫി പറമ്പിൽ ഇതാണ് പണി, അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്നാ പറഞ്ഞത് ഷാഫി പറമ്പിൽ. ഇപ്പൊ പറയാ വീഡിയോ ഇല്ല, പോസ്റ്ററാണ്. ഏത് പോസ്റ്റർ? എവിടെ വീഡിയോ എന്ന് ചോദിച്ചപ്പോ ഒരു മാധ്യമപ്രവർത്തകർ ആരും കണ്ടിട്ടില്ല വീഡിയോ, ഞങ്ങളാരും കണ്ടിട്ടില്ല വീഡിയോ. പോലീസിനോട് ഞങ്ങൾ അന്വേഷിച്ചു, പോലീസിന്റെ കയ്യിലില്ല. ഇവര് പോലീസിന് കൊടുത്ത പരാതിയിൽ അതിന്റെ കോപ്പിയില്ല. അപ്പൊ പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? ഇലക്ഷന്റെ അവസാനത്തെ ആഴ്ച എനിക്കെതിരായി അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വൈകാരികമായ തരംഗം ഉണ്ടാക്കാൻ ചെയ്ത നുണബോംബാണ്. ഞാൻ അന്ന് പറഞ്ഞല്ല ഇത് നുണബോംബാണെന്ന്. ഇപ്പൊ നുണബോംബ് പൊട്ടിയല്ലേ, മറ്റേ പാനൂരിലെ ബോംബും പൊട്ടി, ഈ നുണബോംബും പൊട്ടി, രണ്ടും കൂടി ഒരുമിച്ച് പൊട്ടി.